IPL സീസണ് മുന്നോടിയായുള്ള മെഗാ താരലേലത്തിൽ ലോട്ടറി അടിച്ചത് ഇന്ത്യൻ താരങ്ങൾക്ക്. വിലയേറിയ താരങ്ങളുടെ പട്ടികയിൽ ആദ്യ 5 ഇന്ത്യക്കാർ. ലേലത്തിലെ ഏറ്റവും മൂല്യമേറിയ താരമായ ഋഷഭ് പന്ത്. പഞ്ചാബ് കിങ്സ് ലേലത്തിൽ പണം വാരി എറിഞ്ഞപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ IPL താരമായി വൈഭവ് സൂര്യവംശി മാറി. IPL മെഗാ താരലേലത്തിൽ വൻ നേട്ടമുണ്ടാക്കി ഇന്ത്യൻ താരങ്ങൾ. ലേലത്തിലെ വിലയേറിയ താരമായി ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത്. 27 കോടിക്കാണ് ലക്നോ പന്തിനെ ടീമിലെത്തിച്ചത്. 2ാം സ്ഥാനത്ത് ശ്രേയസ് അയ്യരും 3ാം സ്ഥാനത്ത് വെങ്കിടേഷ് അയ്യരുമാണ്. കഴിഞ്ഞ തവണ മിച്ചൽ സ്റ്റാർക്കിനായി കൊൽക്കത്ത മുടക്കിയ റെക്കോർഡ് ലേലത്തുക 2 തവണയാണ് ഇക്കുറി മറികടന്നത്. 13കാരനായ വൈഭവ് സൂര്യവംശിയെ 1.10 കോടിക്ക് ടീമിലെത്തിച്ച് രാജസ്ഥാൻ റോയൽസ് മറ്റുള്ളവരെ ഞെട്ടിച്ചു. ആഭ്യന്തര ക്രിക്കറ്റിലെ അടക്കം പ്രകടനമാണ് വൈഭവിനെ തുണയായത്. ഇന്ത്യൻ പേസർമാർക്കായി വാശിയേറിയ ലേലം വിളിയാണ് 2ാം ദിവസം നടന്നത്. നാളുകളായി ഇന്ത്യൻ ടീമിന് പുറത്തുള്ള ഭുവനേശ്വർ കുമാർ, ദീപക് ചഹാർ തുടങ്ങിയവർക്കെല്ലാം താരലേലത്തിൽ വൻ തുക ലഭിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 പരമ്പരയിൽ മിന്നും പ്രകടനം നടത്തിയ മാർക്കോ യാൻസനെ 7 കോടിക്ക് പഞ്ചാബ് കിങ്സും സ്വന്തമാക്കി. താരലേലത്തിൽ പണം വാരിയെറിഞ്ഞ ടീമാണ് പഞ്ചാബ് കിങ്സ്. ഹർഷദീപ് സിംഗിനെയും ചെഹലിനെയും 18 കോടി വീതം ചിലവിട്ട് പഞ്ചാബ് കിങ്സ് ടീമിലെത്തിച്ചു. 2 കോടി അടിസ്ഥാന വിലയിട്ട ഹർഷദീപ് സിംഗിനെ വൻ തുകയ്ക്കാണ് ടീം ഉപയോഗിച്ച് പഞ്ചാബ് ടീമിലെത്തിച്ചത്. ലേലത്തിൽ ഏറ്റവും അധികം തുക ചിലവിട്ട ടീമും പഞ്ചാബാണ്. ഗുജറാത്ത് ടൈറ്റൻസ് സ്വന്തമാക്കിയ ജോസ് ബട്ട്ലറാണ് ഏറ്റവും മൂല്യമേറിയ വിദേശ താരം. മിച്ചൽ സ്റ്റാർക്കിനെ കുറഞ്ഞ വിലയ്ക്ക് ഡൽഹി ക്യാപിറ്റൽസും സ്വന്തമാക്കി. KL രാഹുൽ 14 കോടിക്ക് ഡൽഹിയിലേക്ക് ചേക്കേറി. രവിചന്ദ്ര അശ്വിനെ ടീമിൽ തിരിച്ചെത്തിച്ച് ചെന്നൈ സൂപ്പർ കിങ്സ്. ഓസ്ട്രേലിയൻ പേസർ നാഥൻ എലീസ് ഇനി ചെന്നൈ കുപ്പായത്തിൽ. മലയാളി താരം വിഷ്ണു വിനോദ് 95 ലക്ഷത്തിന് പഞ്ചാബ് കിങ്സിലെത്തി. നിരവധി താരങ്ങൾ നേട്ടം കൊയ്ത താരലേലത്തിൽ നിറമങ്ങിയ താരങ്ങളുമുണ്ട്. മുൻ ഓസീസ് താരം ഡേവിഡ് വാർണർ, ഇംഗ്ലീഷ് ബാറ്റർ ജോണി ബാർസ്റ്റോ എന്നിവർ ആദ്യഘട്ടത്തിൽ അൺസോൾഡായി. കെയ്ൻ മയേഴ്സ്, സർഫാസ് ഖാൻ, യുവതാരം പൃഥ്വി ഷാ, അജിൻകെ രഹാനെ, ന്യൂസിലാൻഡ് താരം കെയ്ൻ വില്യംസൺ, ഡാരൽ മിച്ചൽ എന്നിവർക്കും ലേലത്തിൽ ആവശ്യക്കാരുണ്ടായില്ല. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.